ഹലോ ഫ്രണ്ട്സ്, ഹായ്, നമസ്കാരം. എല്ലാവർക്കും 2026ലേക്കുള്ള ഒരു പുതുവത്സര സമ്മാനവുമായിട്ടാണ് PSC ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന HSSTയുടെ നോട്ടിഫിക്കേഷൻസ് ഇതാ വിവിധ ഘട്ടങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാത്തിരുന്ന പ്രധാനപ്പെട്ട 2 നോട്ടിഫിക്കേഷൻസ്, സുവോളജി, ബോട്ടണി, HSST, ഈ 2 പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻസും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന വിജ്ഞാപനത്തിൽ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെയും തുടങ്ങാത്ത സുഹൃത്തുക്കൾക്ക് ഇതൊരു ഊർജമായിക്കോട്ടെ. അപ്പോൾ പലരുടെയും ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് ഈ വിജ്ഞാപനം വന്നിരിക്കുന്നത്. എത്രയോ നാളുകളായി നിരന്തരമായി നമ്മളോട് പലരും ചോദിക്കുന്നു, ഇനി ഒരു HSST ഉണ്ടാവുമോ എന്ന്. ഈ ചോദ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. കഴിഞ്ഞ HSA സമയത്തും ഇതേ ചോദ്യം കേട്ടിരുന്നു. HSSTയുടെ സമയമായപ്പോഴേക്കും ഇതേ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടു. അപ്പോഴെല്ലാം നമ്മൾ പറഞ്ഞ കാര്യം ഉറപ്പായിട്ടും HSST ഉണ്ട്, അല്ലേ? ഇൻ്റഗ്രേഷന് മുന്നേ ഇനിയും HSST ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞത്. അത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇപ്പോൾ വന്നിരിക്കുന്ന വിജ്ഞാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന്. ഇതാ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം. 31 ഡിസംബർ വന്നിരിക്കുന്ന ആ നോട്ടിഫിക്കേഷൻസ് ആണ്. അത് ഏതൊക്കെ സബ്ജക്ട്സിൻ്റെ ആണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ. ബോട്ടണി, സുവോളജി, ജിയോഗ്രഫി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് എല്ലാത്തിൻ്റെയും ജൂനിയർ പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോട്ടണി നോക്കിക്കോണേ, 716/2025, സുവോളജി 717/2025, ജിയോഗ്രഫി 718/2025, കെമിസ്ട്രി 719/2025, മാത്തമാറ്റിക്സ് 720/2025, ഫിസിക്സ് 721/2025. സാലറി സ്കെയിൽ കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ യാതൊരു മാറ്റവുമില്ല. 45,600 to 95,600 തന്നെയാണ് ഇത്തവണത്തെയും സാലറി സ്കെയിൽ. അതിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമ്പർ ഓഫ് വേക്കൻസീസ് നമുക്കറിയാം. ഇപ്പോൾ ലിസ്റ്റ് നിലവിലുള്ളത് കൊണ്ട് തന്നെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാരണം ഇപ്പോൾ ഓൾറെഡി പഴയ ലിസ്റ്റ് നിലവിൽ ഉണ്ട് പല സബ്ജക്ട്സുകളുടെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വ്യക്തമായിട്ട് എത്ര വേക്കൻസി ആണുള്ളതെന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. പ്രായപരിധി പലരുടെയും ഒരു ആശങ്കയായിരുന്നു. 20 മുതൽ 40 വയസ്സ് വരെയാണ് എന്നതിൽ സംശയമൊന്നുമില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് ഡിസംബറിൽ തന്നെ വരുമോ അതോ ഇനി അടുത്ത വർഷത്തിലേക്ക് മാറുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ പലർക്കും ഉണ്ടായിരുന്നു. അത് ഡിസംബറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏതൊക്കെ വിഭാഗക്കാർക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈം പീരീഡിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് ഇവിടുത്തെ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ നോക്കാം. 1985 ജനുവരി 2 ഇടയിലും 2005 ജനുവരി 1 ഇടയിലും ജനിച്ചവർക്കാണ് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുക. ഈ 2 ഡേറ്റ്സും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഈ 2 ഡേറ്റ്സിൽ ജനിച്ചവർ ശ്രദ്ധിക്കുക, ഈ 2 ഡേറ്റ്സും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. അപ്പോൾ 1985 ജനുവരി 2 മുതൽ 2005 ജനുവരി 1 വരെയുള്ള ഈ 2 ഡേറ്റുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ടൈം പീരീഡിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് എങ്കിൽ അവർക്ക് ഇത് എഴുതാവുന്നതാണ്. പിന്നെ നമ്മുടെ മറ്റ് റിസർവേഷൻസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻസ് ഒക്കെ ഉണ്ട്. അത് സാധാരണ പരീക്ഷയിലുള്ളതുപോലെയൊക്കെ തന്നെ. അത് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ HSST പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻസ് എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതിലും പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ്. ഓക്കെ. സെറ്റ് എക്സാമിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ വച്ചിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങളാണ് ഏതൊരു നോട്ടിഫിക്കേഷനിലും വരുന്നത് പോലെയുള്ള ബേസിക് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇപ്പോൾ കേറ്ററ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് പലർക്കും സംശയമുണ്ട്, ഇനിയിപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് മാത്രമുള്ളവർക്കേ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചില സംശയങ്ങൾ പലർക്കുമുണ്ട്. അത് നമുക്ക് നോക്കാം. Persons who have acquired M.Ed in concerned subject recognized by any universities are exempted from B.Ed qualification. അല്ലെ, M.Ed ഉള്ളവർക്ക് പിന്നെ B.Ed വേണ്ട എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഇവിടെ ചില വെയിറ്റേജുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് പലർക്കും അറിയാത്ത കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുക. എംഫിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് 2 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ഓക്കെ. PhD ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് 4 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ഓക്കെ. എംഫിലും PhD ഉള്ളവർക്ക് 5 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നോ അതിനോടൊപ്പം ഈ 2ഉം 4ഉം 5ഉം ആഡ് ചെയ്ത് ചേർക്കും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. PDF അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഉള്ളവർക്ക് 2 മാർക്ക് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നത്? ഓക്കെ അല്ലേ? അപ്പോൾ ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യം തന്നെ. ഇങ്ങനൊരു വെയിറ്റേജ് സാധാരണയുള്ള നോട്ടിഫിക്കേഷൻസിനെ പോലെ തന്നെ ഇവിടെയും ഉണ്ട് എന്നത് മനസ്സിൽ വയ്ക്കുക. ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഇനി നമ്മുടെ എക്സംഷൻസിലേക്ക് വരാം. ദ പേഴ്സൺസ് ഹു ഹാവ് പാസ്ഡ് the state level eligibility test for the post of college lecturers conducted by government of Kerala are accepted from set qualification. SLET എന്ന് പറയുന്ന പഴയ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അത് ഉള്ളവർക്ക് എന്ത് വേണ്ട? സെറ്റ് വേണ്ട. Those persons who have passed national eligibility test JRF shall be accepted from state eligibility test. നെറ്റ് ഉള്ളവർക്ക് സെറ്റ് വേണ്ട. വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? കാരണം ഗേറ്ററ്റുമായി ബന്ധപ്പെട്ട കോർട്ട് ഓർഡറിന്റെ പേരിൽ പലർക്കും ആശങ്കയുണ്ടായിരുന്നു. സെറ്റും ഇനിയിപ്പോൾ ഇതുപോലെ കമ്പൽസറി ആക്കുമോ, എനിക്ക് നെറ്റേ ഉള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നെറ്റ് ഉള്ളവർക്ക് സെറ്റ് വേണ്ട എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പേഴ്സൺസ് വിത്ത് PhD, MPhil or MA ഡിഗ്രി ഷാൽ ബി എക്സംപ്റ്റഡ് ഫ്രം പാസിംഗ് ദ സെറ്റ് എക്സാം. അല്ലേ? PhDയോ MPhilോ MEdോ ഉള്ളവർക്ക് എന്ത് വേണ്ട? ഈ പറയുന്ന സെറ്റ് ക്വാളിഫിക്കേഷൻ വേണ്ട. അതും വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സെറ്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ എന്നത് തന്നെയാണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ ഓൾറെഡി ടീച്ചിങ് സർവീസിൽ ഉള്ളവർക്ക് 10 വർഷം കഴിഞ്ഞ അധ്യാപകർക്ക് അവർക്ക് എന്ത് വേണ്ട? അവർക്ക് സെറ്റ് വേണ്ട. അത് നിങ്ങളിപ്പോൾ HSA ആയിട്ടോ ഒക്കെ പ്രവർത്തിക്കുന്നവർ ഉണ്ട് എങ്കിൽ അവർക്ക് എന്ത് വേണ്ട? 10 വർഷത്തെ സർവീസ് ഉള്ളവരാണ് എങ്കിൽ അവർക്ക് എന്ത് വേണ്ട? അവർക്ക് ഈ പറയുന്ന സെറ്റ് ക്വാളിഫിക്കേഷൻ വേണ്ട. അവരെ അവിടെ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വാളിഫിക്കേഷൻസ് ഒക്കെ വേണം. സെറ്റിൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും കഴിഞ്ഞ തവണ വന്നതുപോലെയൊക്കെ ഉള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. വേറൊന്നും കൊണ്ടല്ല, ആ കേറ്ററ്റുമായി ബന്ധപ്പെട്ട ഒരു സംശയം വന്നതുകൊണ്ടാണ് ഞാൻ അതും കൂടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. പലരും ലാസ്റ്റ് ഡേറ്റിനാണല്ലോ ആപ്ലിക്കേഷൻ അയക്കാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഡേറ്റും കൂടെ ഒന്ന് നോക്കാം. ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 4-ാം തീയതിയാണ് 2026. ഓക്കെ. ഫെബ്രുവരി 4-ാം തീയതിയാണ് ഈ പറയുന്ന HSST ഇപ്പോൾ വിളിച്ചിരിക്കുന്ന HSSTയുടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് അയക്കാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 4-ാം തീയതി ഫെബ്രുവരി രാത്രി 12 മണി വരെ അയക്കാം എന്നുള്ളതാണ്. നേരത്തെ തന്നെ അയക്കുക. HSA പോലെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാനൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റ് വെക്കണം തുടങ്ങിയ ആശങ്കകളൊന്നും ഇവിടെ ഇല്ല. സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നേരത്തെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ അത് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് മിനിറ്റത്തേക്ക് വേണ്ടി വെറുതെ വെക്കരുത്. ലാസ്റ്റ് മിനിറ്റ് സൈറ്റ് ഹാങ് ആവുന്നത് പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ്. ഓക്കെ. കഴിഞ്ഞ തവണ എഴുതാൻ സാധിക്കാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ സെറ്റ് ഇല്ലാതിരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു സുവർണാവസരമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. നിങ്ങൾ ഏത് സബ്ജക്റ്റിന് വേണ്ടിയാണോ പഠിക്കുന്നത് അതിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ഹൈപ്രപ്പിൻ്റെ നേതൃത്വത്തിലുള്ള HSST സുവോളജി, ബോട്ടണി, ജിയോഗ്രഫി, ജിയോളജി പോലെയുള്ള വിഷയങ്ങൾക്ക് ബാച്ചസ് ആരംഭിച്ചിരിക്കുകയാണ്. അഡ്മിഷൻസ് ഒക്കെ നടക്കുന്നു. ഓക്കെ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ മുറയ്ക്ക് തന്നെ അറിയിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ പഠനമൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കട്ടെ. നല്ലൊരു വർഷം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഓക്കെ. ഒരു പുതുവത്സര സമ്മാനമായിട്ട് ഇതിനെ കാണുക. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുക. അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷനുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.